Hi everyone, welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ലൈക്ക് പേഴ്സണലി എനിക്ക് ഇച്ചിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫിറ്റ്നസ് ജേർണിനെ പറ്റി, ഞാൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നതിനെ പറ്റിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചത്, എന്തൊക്കെയായിരുന്നു എനിക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതുവരെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പം ഞാൻ മിസ് കേരള പാജൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇയർ 2022 മിസ് കേരളയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് സബ് ടൈറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മിസ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പം ത്രൂ ഔട്ട് മൈ ചൈൽഡ്ഹുഡ് ബോഡി ഷെയ്ംഡ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി എങ്ങനെ മിസ് ഫിറ്റ്നസ് ടൈറ്റിൽ വരെ എത്തി എന്നുള്ള സ്റ്റോറിയാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, സോ ബേസിക് ആയിട്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും അറിയാം എന്താണ് ബോഡി ഷെയ്മിംഗ് എന്നുള്ളത്. എന്നാലും നമുക്ക് കട്ട് ഡൗൺ ചെയ്ത് പറയാം. ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാൻ പറ്റും. സ്കിന്നി ഷെയ്മിംഗും ഉണ്ട്, ഫാറ്റ് ഷെയ്മിംഗും ഉണ്ട്. സ്കിന്നി ഷെയ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മെലിഞ്ഞതുകൊണ്ട് അയാൾ മെലിഞ്ഞിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള അയാളെ കളിയാക്കലുകൾ, ഇതെന്തൊരു നീർക്കോലിയാണോ അങ്ങനെയൊക്കെ വിളിക്കുന്നതാണ് സ്കിന്നി ഷെയ്മിംഗ് എന്ന് പറയുന്നത്. ഫാറ്റ് ഷെയ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൊരാൾക്ക് വണ്ണം കൂടുതലായതിൻ്റെ പേരിൽ മറ്റാൾക്കാർ അയാളെ കളിയാക്കുന്നു. തടിച്ചി, തടിയൻ, ആന, നീ എങ്ങനെ ഇരുന്നു, ഇത് പൊട്ടിപ്പോവും, ഇങ്ങനത്തെ ഡയലോഗ്സൊക്കെ പറയുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് സ്കിന്നി ഷെയ്മിംഗ് കൊണ്ട് ബോഡി ഷെയ്മിംഗ് കൊണ്ട്. അപ്പോൾ നമ്മളാലേക്കും ഇതൊക്കെ തമാശയല്ലേ? കാരണം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ ഞാൻ തമാശയ്ക്ക് പറയുന്നത്, നീ എന്തിനാ ഇതൊക്കെ സീരിയസ് ആയി എടുക്കുന്നത്, ഇതൊക്കെ കാര്യമായിട്ട് എടുത്തിട്ട് ഇത്ര പ്രശ്നമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ശരിക്കും ബോഡി ഷെയ്മിംഗ് ഒരു തമാശയാണോ? പേഴ്സണലി എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റും. ബോഡി ഷെയ്മിംഗ് ഒരു തമാശയേ അല്ല. നമ്മൾ വിചാരിക്കും ഒരു തമാശയാണ്. നമ്മൾ വേറെ ആരോട് പറയാണ് നീ വണ്ണം വെച്ചിരിക്കുന്നത്, എന്താ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറയുന്നത് ഒട്ടും തമാശയല്ല. ഒരാൾ എന്തൊക്കെയാണ് അണ്ടർഗോ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് അയാൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നതുകൊണ്ടായിരിക്കും. അതിന് നമ്മളെന്തിനാണ് അയാളുടെ കാര്യം നോക്കാൻ പോകുന്നത്? അത് അയാളുടെ ജീവിതമാണ്. അയാൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം. വണ്ണം വെച്ചിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ വണ്ണം വെച്ചിട്ടിരിക്കട്ടെ, മെലിയുന്നതാണ് ഇഷ്ടമെങ്കിൽ മെലിഞ്ഞിരിക്കട്ടെ. അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വേണം നമുക്കുണ്ടാവാൻ. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് പറയുകയാണെങ്കിൽ ഞാൻ കോഴിക്കോട് തന്നെയാണ്. ചൈൽഡ്ഹുഡിൽ സ്കൂൾ ടൈമിലൊക്കെ ത്രൂ ഔട്ട് ഞാൻ ബോഡി ഷെയ്ംഡ് ആയിരുന്നു. ലൈക്ക് ഞാൻ ചെറുപ്പം തൊട്ട് ഒരു ഇച്ചിരി ചബ്ബി ആയിട്ടുള്ള കുട്ടിയായിരുന്നു. ചബ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കവളൊക്കെ ആയി ഇച്ചിരി ചബ്ബി ആയിട്ടുള്ളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ചൈൽഡ്ഹുഡ് മൊത്തം 10th വരെയൊക്കെ ആണെങ്കിലും എന്നെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്ന തടിച്ചി, ആന, നീ എങ്ങനെ ഇതിരുന്ന് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും, നിൻ്റെ വെയിറ്റ് എത്ര 80 കിലോ ആണോ, ഞാൻ എട്ടി പഠിക്കണമെന്ന് പറഞ്ഞു കേട്ടോ, നിൻ്റെ വെയിറ്റ് എത്ര 80 കിലോ ആണോ, നിന്നെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റും, നിന്നെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നടു പൊട്ടും, ഇങ്ങനത്തെയൊക്കെ ഡയലോഗൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഓർത്ത് തമാശയല്ലേ, എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു. പക്ഷെ പിന്നെ അങ്ങോട്ട് എന്നെ മെൻ്റലി ഇത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് സീരിയസ്ലി ഞാൻ ആലോചിച്ച് തുടങ്ങി, ദൈവമേ ഞാൻ ശരിക്കും ഭയങ്കര വണ്ണമാണോ, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹ്യൂജ് ആണോ? ബിക്കോസ് ഞാൻ നല്ല ടോളാണ്, ഞാൻ 5'7" ഹൈറ്റ് ഉണ്ട്. ഇന്ത്യൻ ആവറേജ് വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ടോളാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ദൈവമേ ഹൈറ്റും ഉണ്ട്, ഇത്രയും വെയിറ്റും ഉണ്ടായി, എന്നെ കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കര ജൈജാൻറ്റിക് ആയിരിക്കുമോ, എന്നെ കാണാൻ ഭയങ്കര വൃത്തികേടാണോ, ഇങ്ങനത്തെ തോട്ട്സൊക്കെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കണേ ത്രൂ ഔട്ട് ആ ഒരു സമയത്ത്. അപ്പോഴാണ് 8th ഞാൻ സ്പോർട്സിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. ബാഡ്മിൻ്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോളൊക്കെ കളിക്കുമായിരുന്നു. അപ്പം നമ്മുടെ സമ്മർ ക്യാമ്പിൽ പോയ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ അങ്ങോട്ട് മെലിയാൻ തുടങ്ങി. തന്നെ അങ്ങോട്ട് പ്യൂബർട്ടി ഹിറ്റ് ചെയ്തു, പീരിയഡ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അങ്ങോട്ട് മെലിയാൻ തുടങ്ങി. അപ്പോൾ മെലിയാൻ തുടങ്ങിയ സമയത്താണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടെ, മുഖം കൊട്ടി ഭയങ്കര സ്കിന്നി ആയിപ്പോയി. ആ സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര വണ്ണമാണ്. അപ്പോൾ ഈവൻ അറ്റ് മൈ തിന്നസ്റ്റ്, ഏറ്റവും മെലിഞ്ഞിരിക്കുന്ന സമയത്തും ഐ യൂസ് ടു ഫീൽ ഫാറ്റ്, എനിക്ക് ഭയങ്കര വണ്ണമാണ്. ബിക്കോസ് ആ സമയത്തും ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എൻ്റെ ബോഡി വെച്ചിട്ട്. കാരണം ഞാൻ ആലോചിക്കുന്നത് എന്താണ്, ഞാൻ ഭയങ്കര വണ്ണമാണ് കാരണം എൻ്റെ മനസ്സിൽ ആ സമയത്ത് സൊസൈറ്റി സ്റ്റാൻഡേർഡ് എന്നെ ഇൻസ്റ്റിൽ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണമാണെങ്കിൽ അത് മോശമാണ്, മെലിഞ്ഞിരിക്കണം. അപ്പം ഞാൻ എത്രയാണെങ്കിലും ഞാൻ മെലിയാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും മെലിഞ്ഞാൽ മതി, എത്രയെങ്കിലും മെലിഞ്ഞ് ഒരു സ്കെൽട്ടൺ പോലെ ആയാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ മെലിയണം എന്നുള്ള തോട്ടായിരുന്നു. എന്നിട്ട് മെലിഞ്ഞവരെയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ നോക്കുമായിരുന്നു, എന്ത് ഭംഗിയാണ് കാണാൻ, എന്ത് രസമാണ് മെലിഞ്ഞവരെ കാണാൻ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമായിരുന്നു. ഐ നെവർ യൂസ് ടു ലവ് മൈ സെൽഫ്. എനിക്കെന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കുന്നു ബാക്കി ആൾക്കാരാണ് ബെറ്റർ, ബാക്കി ആൾക്കാരെ പോലെ എങ്ങനെയാണെന്നുള്ള തോട്ടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, 10th കഴിഞ്ഞു, 11th 12th ആയപ്പോഴത്തേക്കും സെയിം തന്നെ. അപ്പം അങ്ങനെ ഞാൻ കോളേജിൽ പോയി. അപ്പോൾ കോളേജിൽ പോയ സമയത്താണ് അവിടെ പുതിയൊരു സെറ്റ് ഓഫ് ആൾക്കാരെ മൊത്തം കാണുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിലും ഇവരെന്നെ
ലൈക്ക് ഇങ്ങനെ നോക്കുന്ന വണ്ണമാണോ, കൂട്ടത്തിൽ ഞാനാണോ ഏറ്റവും വണ്ണം കൂടുതലെന്നൊക്കെ തോട്ട് എൻ്റെ മനസ്സിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനായിരുന്നു ഏറ്റവും പൊക്കം കൂടുതലുള്ള പെങ്കൊച്ച്. ആണുങ്ങൾക്കൊക്കെ എന്നെക്കാട്ടും പൊക്കം ഉണ്ടായിരുന്നു, പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റുള്ള പെങ്കൊച്ച് ഞാനായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഇൻസെക്യൂരിറ്റി. ലൈക്ക് ഭയങ്കര ഹൈറ്റല്ലേ, ഞാൻ ഭയങ്കര ഓഡ് വൺ ഔട്ടാണോ, ആൾക്കാരൊക്കെ എന്നെ നോക്കി എന്താ പറയുന്നത്, അങ്ങനത്തെ ഒരു തോട്ടായി. അങ്ങനെ പതുക്കെ ഞാൻ മെലിയാൻ വേണ്ടി തീരുമാനിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ സമയത്തും ഒരു ഹെൽത്ത് കണ്ടീഷനിലും ഒന്നുമില്ല. ഞാൻ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് തന്നെയാണ്. ഞാൻ ഓവർ വെയിറ്റ് അല്ല, ഒബേസ് അല്ല, ഒന്നുമല്ല, ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് തന്നെ. പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ലത്. അങ്ങനെ ഞാൻ സ്റ്റാർവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓർത്ത് ഓക്കെ, ആ സമയത്ത് മണ്ടത്തരമാണ്, ഞാൻ സ്റ്റാർവ് ചെയ്യാൻ തുടങ്ങി. സ്റ്റാർവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കൊരു 5-6 കിലോ കുറഞ്ഞു. സ്റ്റാർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഒരു മീലേ കഴിക്കുള്ളൂ, ഒരു ദോശ മാത്രമേ കഴിക്കുള്ളൂ ത്രൂ ഔട്ട് ദ ഡേ. രാവിലെ എണീറ്റ് വെള്ളം കുടിക്കണം നന്നായിട്ട് കേട്ടോ, 3 ലിറ്റർ വെള്ളവും പിന്നെ ഒരൊറ്റ നേരം. ഒരു ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ടു മാക്സ് ഒരു ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ടു മാക്സ് ഒരു 300 to 400 കാലറീസ് മസാല ദോശയൊക്കെ ആണെങ്കിൽ അത്രേ വരുള്ളൂ. ത്രൂ ഔട്ട് ദ ഹോൾ ഡേ ഐ യൂസ് ടു ഈറ്റ് ജസ്റ്റ് 1 ദോശ, ഒരൊറ്റ ദോശ. അതിൽ ഞാൻ സർവൈവ് ചെയ്യുമായിരുന്നു, എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഹാപ്പി ഐ വാസ് നോട്ട് ഈറ്റിംഗ് ഫുഡ് എന്നുള്ളത്. ഞാൻ ഫുഡ് കഴിക്കുന്നില്ല എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഞാൻ എങ്ങാനും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യാൻ തുടങ്ങും. ദൈവം ഞാൻ എന്തിനാ ഫുഡ് കഴിച്ചത്, ഫുഡ് കഴിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, ഞാൻ ഫുഡ് കഴിച്ചു. അടുത്ത ദിവസം ഞാൻ കണ്ണാടി നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വണ്ണം വെച്ചു എന്ന്. ആ ഒരു കോൺസ്റ്റൻറ്റ് ലൂപ്പിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഫുഡ് കഴിച്ചില്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മെലിഞ്ഞു. ഞാൻ കണ്ണാടിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് തോന്നും ഞാൻ ടോട്ടലി മെലിഞ്ഞു പോയല്ലോ. ഒരു ദിവസം ഞാൻ ഒരു എക്സ്ട്രാ എന്തെങ്കിലും കഴിച്ചാൽ മതി, ഒരൊറ്റ ചപ്പാത്തിയോ എന്തെങ്കിലും കഴിച്ചാൽ എനിക്ക് തോന്നും ഞാൻ വണ്ണം വെച്ചു, ഒരു 3 കിലോ കൂടി. എൻ്റെ അടുത്ത ദിവസം ഞാൻ കണ്ണാടിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് എനിക്ക് വയറുണ്ട്, കൈക്ക് വണ്ണം വെച്ചു, കവള് ചാടി, ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും. എൻ്റെ മൂഡ് മൊത്തം കളയുമായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാനൊരു ദിവസം നടക്കുന്ന സമയത്ത് റോഡിൻ്റെ നടുവിൽ വെച്ചിട്ട് എനിക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടായി. കാരണം എനിക്ക് ബോഡീനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്കെൻ്റെ ബോഡി പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു തോട്ട് വന്നിട്ട് അത്രയും വേഴ്സായിരുന്നു. അപ്പോൾ ഈ സ്റ്റാർവ് ചെയ്യുന്ന സമയത്ത് ഒരു നേരമല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ ആ സ്റ്റാർവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി കാശ് എൻ്റെ കയ്യിലുണ്ട്, കാരണം ഞാൻ ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്താണ് എന്തെങ്കിലും ഞാൻ എക്സ്ട്രാ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് വയറിൽ ഡയറിയ വരാൻ വേണ്ടിയിട്ട്, ലൂസ് മോഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ മരുന്ന് കഴിക്കും. ആ സമയത്ത് ഞാൻ ചേച്ചി ഡോക്ടറാണ്. അപ്പോൾ അവളോട് ഞാൻ ആദ്യം മരുന്ന് ചോദിച്ച് വെച്ചു, ഏതാണ് മരുന്ന് ലൂസ് മോഷൻ ആവുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച ഉടനെ ഞാൻ ആ മരുന്നെടുത്ത് വയ്ക്കും, സോ ദാറ്റ് ശരീരത്തിൽ പിടിക്കേണ്ടത് പൊക്കോട്ടെ എന്ന് ആലോചിച്ചിട്ട്. ഇത്രയും വേഴ്സ്റ്റ് ആയിരുന്നു എൻ്റെ സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി കൂടുതൽ കഴിച്ചെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൈ വായിലിട്ടിട്ട് ഛർദ്ദിക്കാൻ നോക്കും. അതാകുമ്പോൾ ഛർദ്ദിച്ച് പുറത്തേക്ക് പൊക്കോട്ടെ, ഞാൻ ഫുഡ് കഴിക്കാണ്ടിരുന്നപ്പോൾ അത്രയും വേഴ്സ്റ്റ്. എനിക്കിപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു എന്നുള്ളത്. അത്ര വേഴ്സ്റ്റ് ആയിരുന്നു എൻ്റെ സിറ്റുവേഷൻ. അങ്ങനെ സ്റ്റാർവേഷനൊക്കെ കഴിഞ്ഞു. കൊറോണ ആയപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ എൻ്റെ വയറിന് ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അൾസർ പോലെയൊക്കെ വന്നു. വയറിൽ ഹെൽത്തി അല്ലല്ലോ, ഫുഡ് കഴിക്കാണ്ടായി കഴിഞ്ഞാൽ വയർ സീനാവില്ലേ. അങ്ങനെ പ്രശ്നമായി. തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് എൻ്റെ ചേച്ചി എന്നോട് ചൂടായി, നീ ഇങ്ങനെ പറ്റത്തില്ല, നീ എന്തേ കാണിക്കുന്നത്, എനിക്ക് ഇത്ര കഴിക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഫുഡ് കഴിക്കാൻ തുടങ്ങണം മര്യാദയ്ക്കുന്നുണ്ട്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മയൊക്കെ ഉണ്ടല്ലോ, അപ്പയുണ്ട്. അപ്പോഴത്തേക്ക് അവർ സമ്മതിക്കില്ല ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ. അങ്ങനെ ഞാൻ ഹെൽത്തി ആയിട്ട് കഴിച്ചു തുടങ്ങി, വർക്കൗട്ടൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ പിന്നെ ഓവർ ഈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് വന്നു. എന്തെങ്കിലും ഒരു സ്ലൈറ്റസ്റ്റ് സ്ട്രെസ് വരുന്ന സമയത്ത് ഞാൻ സ്ട്രെസ് ഈറ്റിംഗ് ചെയ്യും. സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തം ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് നമ്മുടെ വയറ് നമ്പാക്കും, സോ ദാറ്റ് നമുക്ക് വേറൊരു ഫീലിംഗ് മനസ്സിൽ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഉറങ്ങിപ്പോകുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ഓവർ ഈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓവർ ഈറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോയ സമയത്ത് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സായിട്ടും, അങ്ങനെ അല്ലാണ്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ള കാരണം ഞാൻ പിന്നെ ഓവർ ഈറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പിന്നെ സ്ട്രെസ്സും ടെൻഷനൊക്കെ കയറിയിട്ട് പിന്നെ ഓവർ ഈറ്റ് ചെയ്ത് ഒരു 15 കിലോ അവിടെ കൂടി. നിങ്ങൾ ആലോചിക്കണം, ഞാൻ 65 ആയിരുന്നു, ഞാൻ ക്ലോസ് ടു 80 എത്തി. 78 to 80 വരെ ഞാൻ വെയിറ്റ് എത്തി. അതെൻ്റെ എക്സ്ട്രീമായിരുന്നു. ലൈക്ക് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് നീങ്ങാൻ പറ്റുന്നില്ല, എനിക്കൊരു കാര്യം ആരോഗ്യത്തോടെ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നു. അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്, എന്നിട്ട് സ്ട്രെസ് വരുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് പിന്നെ ഒന്നുകൂടെ ഫുഡ് കഴിക്കും. ഈ ഒരു ലൂപ്പായിരുന്നു. ഈ ഒരു ലൂപ്പിനൊരു എൻഡേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞു. ഓവർ ഈറ്റ് ചെയ്ത് ഇതായപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് ഞാൻ തീരുമാനിച്ചു,
ഞാൻ ഫിറ്റ്നസ് ജേർണി തുടങ്ങണം. കാരണം ഫുഡ് കഴിക്കേണ്ട, ആർക്കും ഫുഡ് കഴിക്കേണ്ടതെന്നല്ല, നല്ല ഫുഡ് കഴിച്ചോളും. ഒരു ഫുഡും അൺഹെൽത്തി അല്ല. അത് കഴിക്കുന്ന എമൗണ്ടും മോഡറേറ്റ് ബാലൻസ് ഒക്കെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്, കൺസിസ്റ്റൻസി ഒക്കെ. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും ഫിറ്റ്നസ് ജേർണീനെ പറ്റിയിട്ട്. ഇതിപ്പോൾ ബോഡി ഷേമിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ നമുക്കത് തീരുമാനിക്കാം, നമുക്ക് റെഡിയാക്കാം. ഫിറ്റ്നസ് ജേർണി എന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രെയിനറിനെ വെച്ചു. എന്നിട്ട് ഇനി ഞാൻ പതുക്കെ ഡയറ്റെല്ലാം ഫോളോ ചെയ്ത് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം എടുത്ത് ഉണ്ടാക്കിയെടുത്താണ് ഞാനിപ്പോൾ ഉള്ള ഞാൻ. എൻ്റെ ഫിറ്റ്നസ് ജേർണി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്നെ സ്വന്തം ലവ് ചെയ്യാനും. ഐ എം മോർ ദാൻ മൈ വെയ്റ്റ്. ദിവസം ഇങ്ങനെ ഓടുന്നൊന്നുമില്ല, ഒരു ദിവസം ഓരോരോ സ്റ്റെപ്പായിട്ട് എടുത്താൽ മതി. കാരണം ദിവസം എൻഡ് ചെയ്യുന്നില്ല ഇതുവരെ. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമ്മളായിരിക്കും ദൈവം ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ തീർന്നു, ഇനി പറ്റത്തില്ല. അങ്ങനെയല്ല, നമുക്ക് എത്ര പറ്റുന്നോ, 10 മിനിറ്റാണ് പറ്റുന്നെങ്കിൽ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് തുടങ്ങാം, അരമണിക്കൂറാവാം, 3/4 മണിക്കൂറാവും, 1 മണിക്കൂറാവും. അങ്ങനെ പതുക്കെ ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആദ്യം തന്നെ നമ്മൾ ഒറ്റയടിക്കങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രെയിൻഡ് ഔട്ട് ആയിപ്പോൾ. അങ്ങനെ പതുക്കെ തുടങ്ങി. ഇപ്പം എൻ്റെ ഫിറ്റ്നസ് ജേർണി തുടങ്ങിയിട്ട് 1 വർഷമായി. ഞാനിപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഡയറ്റും ഒരു പരിധിക്ക് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ലാപ്സായി പോകും, ബിക്കോസ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് ഫുഡ് കാണുന്ന സമയത്ത് നമ്മൾ കഴിച്ച് പോവും. പക്ഷെ എന്നാലും എൻ്റെ ഈ ഒരു അവസ്ഥ വരാനുള്ള മെയിൻ റീസൺ ബോഡി ഷേമിംഗ് ആണ്. എന്നെ ചെറുപ്പകാലം തൊട്ട് ബോഡി ഷേമിങ് ചെയ്ത് എൻ്റെ മനസ്സിൽ ഞാൻ വേർത്തിട്ടല്ല എന്നുള്ള തോട്ട് വന്നതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ മൊത്തം എനിക്ക് വരിയായി വന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ്, ഇതൊക്കെ ഓവർകം ചെയ്യുന്ന സമയത്താണ് ഞാൻ മിസ് കേരളയിൽ പോകുന്നത്. മിസ് കേരളയിൽ കുറേ ഓഡിഷനൊക്കെ കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി അവസാനത്തെ ഫൈനലിസ്റ്റായി. അങ്ങനെ ഗ്രൂമിംഗ് ഒക്കെ പോയ സമയത്ത് എല്ലാവരും ഉണ്ട്, എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിക്കും ഇതിനെപ്പറ്റി, ബോഡി ഷേമിങ്ങിനെ പറ്റി. അപ്പം എല്ലാവരും വൺ വേ ദി അതർ ഇത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒന്നെങ്കിൽ ഈ രീതിയിൽ അല്ലെങ്കിൽ ആ രീതി എന്നുള്ള രീതിയിൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ അതിനെപ്പറ്റി കുറേ സംസാരിച്ചു. പിന്നെ എനിക്ക് അന്ന് ഫൈനലിൻ്റെ അന്ന് മിസ് ഫിറ്റ്നസ് സബ് ടൈറ്റിൽ കിട്ടുകയാണ്. ഇറ്റ് വാസ് ലൈക്ക് എൻ അച്ചീവ്മെൻറ്റ് ഫോർ മീ, ബിക്കോസ് ഞാൻ എന്നെ തന്നെ ട്രസ്റ്റ് ചെയ്തു, എൻ്റെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തു, ഞാൻ എന്നിൽ തന്നെ ബിലീവ് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ആ ടൈറ്റിൽ കിട്ടിയത്. ഞാൻ പറയുന്നത് മിസ് ഫിറ്റ്നസ് കിട്ടാൻ ഒരു 10 അല്ലെങ്കിൽ 20 പുഷപ്പ് എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു 100 ബർപ്പീസ് എടുത്തു കഴിഞ്ഞാൽ മിസ് ഫിറ്റ്നസ് കിട്ടുന്നല്ല. ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് എങ്ങനെ ആക്കാൻ പറ്റുമോ? എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഇസ് നോട്ട് അബൌട്ട് ക്രിയേറ്റിംഗ് എ കൺവെൻഷൻ ടൈപ്പ് ഓഫ് പെർഫെക്റ്റ് ബോഡി അല്ല. ഇറ്റ്സ് അബൌട്ട് മെയിൻറ്റെയിനിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഫിസിക്കലി മെൻ്റലി നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം, ഫിസിക്കലി നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം. അതാണ് എനിക്ക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ ആ സബ് ടൈറ്റിൽ വിൻ ചെയ്തു. ഇതിനെക്കാട്ടും വലിയൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ടൊരു സംഭവം എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയ പോലെയായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ആൾക്കാർ എന്തൊക്കെ കൂടെയാണ് അണ്ടർഗോ ചെയ്യുന്നത്, എന്തിലൊക്കെ കൂടെയാണ് പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ദയവ് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരുടെ ബിസിനസ്സിൽ ഇടപെടാണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി നടക്കുക. അവരെന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. ഇപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചോട്ടെ. അവർ മെലിഞ്ഞാണ് ഇരിക്കുന്നത്, അവർ മെലിഞ്ഞിരുന്നോട്ടെ. വണ്ണം വെച്ചോട്ടെ. നമ്മൾ നമ്മുടെ ശരീരം, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എല്ലാം നോക്കി നമ്മൾ നമ്മുടെ വഴിക്ക് പോകാം. വേറൊരാളുടെ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. അത് ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ റാൻഡമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇടപെട്ടിട്ടാണ് എനിക്ക് ഗതി വന്നത് ആ സമയത്ത്. ഇപ്പം ഞാൻ ഓക്കെയാണ്. ആ സമയത്ത് എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് ഈ കുറേ പ്രശ്നങ്ങൾ കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരാളുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുക, അത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ഇതെനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടൊരു വീഡിയോ ആണ്. ബിക്കോസ് ഞാൻ എൻ്റെ കുറേ ഷെയർ ചെയ്യാത്ത കുറേ എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ത്രൂ ഔട്ടാണ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഇനിയുണ്ട്. പക്ഷേ ഫുള്ള് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഇതിലും കൂടുതലായിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഫുള്ള് പറയുന്നില്ല. എന്തായാലും എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഓവർകം ചെയ്ത് എന്തെങ്കിലും ജേർണി എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ടെക്സ്റ്റ് മീ ഓൺ ഇൻസ്റ്റഗ്രാം. അല്ലെങ്കിൽ യൂട്യൂബ് പറ്റില്ലല്ലോ, യു ക്യാൻ ഓൾവേസ് ടെക്സ്റ്റ് മീ ഓൺ ഇൻസ്റ്റഗ്രാം. ഞാൻ ഇൻസ്റ്റഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. ബൈ. Live and let live. Bye.